നമുക്ക് ഫൊറിയർ സീരീസ് എന്താണെന്നും അതിൻ്റെ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസും ഒക്കെ അറിയാം. നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൊറിയർ സീരീസ് ദാ ഇവിടെയുള്ളതാണ്. ഓക്കെ, അതിൻ്റെ കോഎഫിഷ്യൻസ് ഫൊറിയർ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, ഒരു പീരീഡ് തന്നിട്ടുണ്ടാകും, ഫംഗ്ഷൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ്. ആ പീരീഡിനുള്ളിൽ ഫംഗ്ഷൻ്റെ ഫൊറിയർ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുക, അതിനെ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് f(x) വിത്തിൻ ദ പീരീഡ് -1 to 1 ആണ്. ഓക്കെ, നമുക്ക് f(x) ഇതിനെ മറച്ച് വെച്ച് കഴിഞ്ഞാൽ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കറിയാം, വിച്ച് ഇസ് നോട്ട് പീരിയോഡിക്. f(x) എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു ഫംഗ്ഷനാണ് അല്ലേ. ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ എക്സ്റ്റൻഷനാണ് f(x). പക്ഷേ ഇവിടെ നമ്മൾ f(x)നെ പീരിയോഡിക് ആക്കിയിരിക്കുകയാണ്. -1 to 1 ഫണ്ടമെൻ്റൽ പീരീഡുള്ള ഒരു പീരിയോഡിക് ഫംഗ്ഷനാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ -1 to 1 ഫണ്ടമെൻ്റൽ പീരീഡുള്ള പീരിയോഡിക് ഫംഗ്ഷനായിട്ട് f(x) മാറ്റിയാൽ ബാക്കി ഭാഗത്ത് എങ്ങനെയായിരിക്കും? അത് പീരിയോഡിക് ആണെങ്കിൽ ബാക്കി ഭാഗത്ത് എന്താണെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 2 ആണ്. ഫണ്ടമെൻ്റൽ പീരീഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. സോ ഇപ്പോൾ 1 to 2 3. അപ്പോൾ അടുത്ത പീരീഡ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 to 3 ആണ് വരുന്നത്. 1 to 3 ഈ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ഇതേ ഗ്രാഫിൻ്റെ കോപ്പിയാണ്. 3 to 5 ഇതേ ഗ്രാഫിൻ്റെ കോപ്പിയാണ്. അങ്ങനെയാണ് ഇത് പീരിയോഡിക് ആവുന്നത്. ഇപ്പം -1 to -3 വരുമ്പോഴും ഇതേ ഗ്രാഫിൻ്റെ കോപ്പിയായിട്ട് വരും. ഇപ്പം ഇത് പീരിയോഡിക്കാണ്. ഒരു റീജിയനിലെ കോപ്പിയായിട്ട് ബാക്കി പീരീഡ്സിൽ വരുമ്പോഴാണ് ഒരു ഫംഗ്ഷനെ നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ f(x) നമ്മളൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആക്കിയിരിക്കുകയാണ് ഇവിടെ, വിത്ത് ദ പീരീഡ് -1 to. ഇനിയുള്ളൊരു കാര്യം, -1 to 1 ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. f((x) എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ((x) ആണ് അല്ലേ. അതായത് ഇപ്പം 0 to 1 ആണെങ്കിൽ f(x) എന്ന് പറയുന്ന എക്സും, -1 to 0 ആണെങ്കിലും ആ വാല്യൂ തന്നെയാണ്. അപ്പം നമുക്ക് f((x), അപ്പം f((-1/2) -1/2 അല്ലേ. അപ്പോൾ ((x)ൻ്റെ ((x). അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ((f((x) എന്ന് എഴുതാം അല്ലേ. എക്സ് എന്ന് പറയുന്നത് f((x) തന്നെയാണ്. സോ f((x) ((f((x) എന്ന് എഴുതാം. ദാറ്റ് ഈസ് f((x) is an odd function. ഓക്കെ, അപ്പോൾ ഈ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. f((x) is an odd function. ഇനി നിങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ എക്സിൻ്റെ ഓഡ് പവേഴ്സ് അല്ല ഓഡ് ഫങ്ഷൻസ്, ഈവൻ പവേഴ്സ് അല്ല ഈവൻ ഫങ്ഷൻസും ആണെന്ന്. ഇനി ഇത് ഓർത്തില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഒന്നും പേടിക്കേണ്ട. a0ഉം an-ഉം bn-ഉം എല്ലാം കണ്ടുപിടിച്ചേക്കുക. കണ്ടുപിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഡ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വാല്യൂസ് നിങ്ങൾക്ക് കിട്ടും, ഈവൻ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വാല്യൂസ് നിങ്ങൾക്ക് കിട്ടും. അതിപ്പോൾ കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും കിട്ടും. അപ്പോൾ ഓഡാണെന്ന് കണ്ടുപിടിച്ചാലുള്ളൊരു ഗുണം, നമുക്കിത് ഈ രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കേണ്ട. കാരണം f(x) ഓഡാണ്, അതുകൊണ്ട് -l to l f(x)നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അത് ആദ്യമേ തന്നെ എഴുതി വെക്കാം. an ചെയ്യുമ്പോഴും കോസ് ഈവൻ ആയതുകൊണ്ട് f(x) × cos എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആവും. സോ -l to l ചെയ്യുമ്പോൾ അതും 0 ആവും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നേരത്തെ എഴുതി വെക്കാം. ഇത് കണ്ടുപിടിച്ചാൽ നേരിട്ട് എഴുതി വെക്കാം. അത് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ടുള്ള പ്രയോജനം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിതെല്ലാം ചെയ്ത് കാണിക്കും. ഇപ്പം ഞാൻ രണ്ട് രീതിയിൽ, ഇപ്പം നമുക്ക് പറഞ്ഞല്ലോ f(x) is an odd function. സോ a0 is equal to 1/l എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പോൾ a0 is equal to 1/1 into integral -1 to 1 f(x) dx is equal to 0. f(x) odd function ആയതുകൊണ്ട് so a0 is equal to 0. And since cos is an even function, f(x) into cos is an odd function, and so an equal to 1/1 into integral -1 to 1 x into cos n(pi/l x). l എന്ന് പറയുന്നത് 1 എന്ന് കൊടുത്താലും കുഴപ്പമില്ല. 1x ഈക്വൽ ടു 0. ഇത് രണ്ടും കണ്ടുപിടിക്കാതെ എഴുതി വയ്ക്കാം. ഇനി കണ്ടുപിടിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് a0 കണ്ടുപിടിക്കാം. a0 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
a naught is equal to 1 by 1 into minus 1 to 1 integral x dx അല്ലേ? That is equal to 1 ഒക്കെ പോട്ടെ, എക്സിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 വിതിൻ ദ ലിമിറ്റ് minus 1 to 1. That is equal to അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് 1 by 2 കിട്ടും, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ minus 1 സ്ക്വയർ by 2 which is equal to 1 by 2 minus 1 by 2 which is equal to 0. മനസ്സിലായോ? അപ്പോൾ ചെയ്താലും നമുക്ക് 0 കിട്ടും. ഓഡ് ഫംഗ്ഷൻ ആണെന്ന് അസസ് ചെയ്യാൻ പറ്റിയാൽ ചെയ്യാതെ 0 എന്ന് കിട്ടും. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. കുറച്ച് വലിയ ഇൻ്റഗ്രേഷനൊക്കെ വരുമ്പോൾ നമുക്കതൊരു പ്രയാസമായിരിക്കും ഒത്തിരി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം വരുന്നത്. കൊച്ചു ഫംഗ്ഷനിൽ ചെയ്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതേപോലെ നമുക്ക് a n കൂടെ കണ്ടുപിടിച്ചേക്കാം. 1 by 1 into integral minus 1 to 1 x into cos n pi by n pi by integral minus 1 to 1 x cos n pi x dx. That is equal to, ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ഇൻറ്റഗ്രൽ യു വി ഫോമുല പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇൻറ്റഗ്രൽ യു വി ഡി എക്സ് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ. അത് ഓർമ്മയുണ്ടോ? അത് ഓർമ്മയുണ്ടെങ്കിൽ അതാണ് ഇങ്ങനെയുള്ളതിന് ഏറ്റവും ഉപകാരപ്രദമായ ഫോമുല. ഇൻറ്റഗ്രൽ യു വി ഡി എക്സ് ഇസ് ഈക്വൽ ടു യു വി 1 മൈനസ് യു ഡാഷ് വി 2 പ്ലസ് യു ഡബിൾ ഡാഷ് വി 3 മൈനസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമുല. അത് യു എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവാണ് യു ഡാഷ്, യു ഡാഷിൻ്റെ ഡെറിവേറ്റീവാണ് യു ഡബിൾ ഡാഷ്, അങ്ങനെ പോവും. വി 1 എന്ന് പറയുന്നത് വിയുടെ ഇൻറ്റഗ്രലാണ്, വി 2 എന്ന് പറയുന്നത് വി 1ൻ്റെ ഇൻറ്റഗ്രലാണ്, അത് അങ്ങനെയും പോവും. അത് നമ്മൾ ബ്രാക്കറ്റിലിട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫോമുലാസൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സിൽ നമ്മൾ ആ ഫോമുലയും കൂടി യൂസ് ചെയ്താൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇപ്പോൾ 2 സ്റ്റെപ്പേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പം ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് cos n pi by xൻ്റെ n pi xൻ്റെ ഇൻറ്റഗ്രൽ സൈൻ n pi x by n pi, okay, within the limit minus 1 to 1 minus integral of ഇതിൻ്റെ ഡെറിവേറ്റീവ് is 1, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇതിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ n pi x by n pi dx എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 കിട്ടും. സൈൻ n pi എന്ന് പറയുന്നത് 0 ആണ്. സോ സൈൻ n pi 0 ആയതുകൊണ്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ 0 കിട്ടും. മൈനസ് ലോവർ ലിമിറ്റ് -1 കൊടുക്കുമ്പോൾ സൈൻ മൈനസ് n pi കിട്ടും, അതും 0 ആണ്. സോ അത് രണ്ടും 0 ആയതുകൊണ്ട് അതങ്ങ് പോയി. മൈനസ് ഇൻറ്റഗ്രൽ -1 to 1, ആ 1 by n pi നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പുറത്തെടുക്കാം. സൈൻ n pi x dx. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -1 by n pi ഇൻറ്റു സൈൻ n pi എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് n pi എക്സ് ഡിവൈഡഡ് ബൈ n pi ആണ്. വിതിൻ ദ ലിമിറ്റ് -1 to 1. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ മൈനസും കൂടി നമുക്ക് വേണമെങ്കിൽ പുറത്തെടുത്തിട്ട് 1 by n pi എന്ന് എഴുതാം. ഈ n pi കൂടി പുറത്തെടുത്താൽ 1 by n pi ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഈ മൈനസും പുറത്തെടുത്തു, ഈ n piയും പുറത്തെടുത്തു. ഇനി നമുക്ക് ഇവിടെ ലിമിറ്റ്സ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കോസ് n pi എന്ന് കിട്ടും അല്ലേ, എക്സിന് 1 കൊടുക്കുമ്പോൾ. മൈനസ് എക്സിന് -1 കൊടുക്കുമ്പോൾ കോസ് ഓഫ് -n pi എന്നും കിട്ടും. കോസിൻ്റെ കേസിൽ കോസ് n pi എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് ഈക്വൽ ടു -1 പവർ n ആണ്. കോസ് -n pi എന്ന് പറയുന്നതും -1 പവർ n ആണ്. കാരണം കോസ് ഓഫ് നെഗറ്റീവ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ തന്നെയാണ്. സോ കോസ് ഓഫ് -n pi എന്ന് പറയുന്നതും -1 പവർ n ആണ്. സോ വാട്ട് വി ഗെറ്റ് ഇസ് 1 by n pi ദി ഹോൾ സ്ക്വയർ ഇൻറ്റു -1 പവർ n മൈനസ് -1 പവർ n, -1 power n minus -1 power n which is equal to 0. So an is equal to 0 എന്ന് നമുക്ക് വീണ്ടും കിട്ടി.
അപ്പോൾ ഇതാണ്, ഇത്രയും നമ്മൾ ചെയ്തില്ലേ, ഒരു ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്തു, അപ്ലൈ ചെയ്തു, ലിമിറ്റ്സ്, ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കായിരുന്നു. ഓടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് വെച്ചാൽ. ഇനി നമുക്ക് ബി എൻ കണ്ടുപിടിക്കണം. ബി എൻ ഇസ് ഈക്വൽ ടു ഇതേപോലെ 1/1 ഇൻറ്റു ഇൻ്റഗ്രൽ -1 to 1 എഫ് എക്സ് ഇൻറ്റു എഫ് എക്സ്, ഇവിടെ നമുക്ക് സൈൻ അല്ലേ, എഫ് എക്സ് ഇവിടെ നമുക്ക് എക്സ് ആയതുകൊണ്ട് എക്സ് എഴുതാം, സൈൻ nπ/1 എക്സ് ഡി എക്സ്. ഇവിടെ എക്സ് ഒരു ഓഡ് ഫംഗ്ഷനാണ്, സൈൻ ഒരു ഓഡ് ഫംഗ്ഷനാണ്. സോ ഇവിടെ ഇൻ്റഗ്രൻ്റ് എന്ന് പറയുന്നത് ഈവൻ ആണ്. സോ നമുക്കിതിനെ 2 times ഇൻ്റഗ്രൽ 0 to 1 എന്ന് എഴുതാം. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് ഈവൻ ഫംഗ്ഷൻ ഫ്രം മൈനസ് എൽ ടു എൽ എന്ന് പറയുന്നത് ഈക്വൽ ടു 2 times ഇൻ്റഗ്രൽ 0 to L, അതേ ഫംഗ്ഷൻ. അങ്ങനെയാണ്. അപ്പോൾ ആ റിസൾട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കൂടുതൽ ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ അത് അപ്ലൈ ചെയ്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു 1/1 ആയതുകൊണ്ട് അതിനെ എഴുതുന്നില്ല, 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു സൈൻ nπx dx. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 times. ഇനി ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോവാം ഇത് ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഫസ്റ്റ് ഇൻറ്റു integral of the second. u dash എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ്. സോ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു v2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ്റഗ്രലാണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മളിതിങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് പോയില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ കൺഫ്യൂഷൻ വരും. സോ എക്സിൻ്റെ ഡെറിവേറ്റീവ്, ഇനി മൈനസ് കോസ് nπ/nπയുടെ ഇൻ്റഗ്രൽ, അപ്പോൾ മൈനസ് കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ nπx ബൈ ഇവിടെ ഓൾറെഡി ഉള്ള nπ ഇൻറ്റു അടുത്ത ഇൻ്റഗ്രലിൻ്റെ nπ, അതാണ് nπx nπ ദ ഹോൾ സ്ക്വയറിന് വന്നത് വിത്തിൻ ദ ലിമിറ്റ് -1 to 1. സോ വാട്ട് ദിസ് ഈസ് ഈക്വൽ, സോറി -1 to 1 അല്ല, 0 to 1. നമ്മൾ ഇൻ്റഗ്രൽ മാറ്റിയായിരുന്നല്ലോ 2 ആക്കിയപ്പോൾ. അപ്പോൾ 0 to 1. ഇനി നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാൻ പോവാം. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 എക്സിന് കൊടുക്കണം. എക്സിന് 1 കൊടുക്കുമ്പോൾ ഇവിടെ 1, ഇവിടെ നമുക്ക് മൈനസ് ഓഫ് കോസ് nπ എന്ന് കിട്ടും ബൈ ഈ nπ. മൈനസ് അപ്പർ ലിമിറ്റാണ് കൊടുക്കുന്നത്, മൈനസ് സൈൻ nπ എന്ന് കിട്ടും. അത് 0 ആയി, അതുകൊണ്ട് ഞാനത് എഴുതുന്നില്ലേ. ഇത് അപ്പർ ലിമിറ്റ് കൊടുത്ത വാല്യൂസാണ്, മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്ത വാല്യൂസ്, 0 കൊടുത്ത വാല്യൂസ്. 0 എക്സിന് കൊടുക്കുമ്പോൾ ഈ ടേം അങ്ങ് 0 ആയിപ്പോവും, 0 സൈനിന് കൊടുക്കുമ്പോൾ ഈ ടേമും 0 ആയിപ്പോവും. അപ്പോൾ ലോവർ ലിമിറ്റ് കൊടുത്താൽ മൊത്തത്തിൽ 0 ആയിപ്പോവും, ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ -2/nπ ഇൻറ്റു കോസ് nπയുടെ വാല്യൂ -1/n. സോ ദിസ് ഇസ് bn. bn എന്ന് പറയുന്നത് -2/nπ ഇൻറ്റു -1/n ആണ്. വേണമെങ്കിൽ നമുക്ക് ഈ മൈനസും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ദിസ് ഇസ് ഈക്വൽ ടു 2/nπ ഇൻറ്റു -1/n+1 എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സോ ദിസ് ഇസ് ദ വാല്യൂ ഓഫ് bn. ഇനി നമുക്ക് സീരീസ് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. കിട്ടിയ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എഫ് എക്സ് എഴുതാം. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു a0/2 0/2 0 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to ∞ an cos nπ/Lx എന്ന് പറയുന്നത് 0 പ്ലസ് bn ഇൻറ്റു bn എന്ന് പറയുന്നത് 2/nπ -1/n+1 ഇൻറ്റു സൈൻ nπ/1 L1 ആയതുകൊണ്ട് എക്സ്. ഇതാണ് നമ്മുടെ സീരീസ്. ഈ സീരീസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു, എന്നിനാണ് നമ്മൾ വാല്യൂസ് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്നുള്ള സാധനങ്ങളെല്ലാം സിഗ്മയുടെ ഉള്ളിൽ തന്നെ വരും, എന്നില്ലാത്ത സാധനങ്ങളെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ ഇവിടെ എന്നില്ലാത്തത് 2/πക്കാണ്, അതിനെ നമ്മളിങ്ങനെ പുറത്തെടുത്തു. എന്നിട്ട് ബാക്കിയുള്ളതിന് വാല്യൂ കൊടുത്ത് പോവാം. അപ്പോൾ ബാക്കിയുള്ളത് എന്താ ഉള്ളത് ഇവിടെ, ഈ 0 അങ്ങ് മാറി നിൽക്കട്ടെ. സൈൻ nπx ഉണ്ട്, ഒരു ഡിവൈഡഡ് ബൈ n ഉണ്ട്, പിന്നെ ഒരു -1/n+1 ഉണ്ട് അല്ലേ.
അതിന് നമുക്ക് സിഗ്മ നൊട്ടേഷൻ്റെ ഉള്ളിൽ വേണം എഴുതാൻ. സോ ഇതിനെ നമ്മളിനി എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ 2/π ഇൻറ്റു n ഈക്വൽ ടു 1 കൊടുക്കുക. n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ -1 പവർ 1 + 1, അതായത് -1 പവർ 2. -1 പവർ 2 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? അപ്പോൾ 1/n-ന് 1 കൊടുക്കുമ്പോൾ 1/1. 1/1. ഇവിടെ എക്സിന് നമുക്ക് വാല്യൂ ഒന്നും കൊടുക്കാനില്ല, എക്സിനെ എക്സ് എന്ന് തന്നെ ഇടണം. n-നാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ -1 പവർ 2/1 ഇൻറ്റു സൈൻ ഓഫ് πx എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ n-ന് 2 കൊടുക്കുക. n-ന് 2 കൊടുക്കുമ്പോൾ +-1 പവർ 2 + 1 3/2 സൈൻ n-ന് നമ്മൾ 2 കൊടുത്താൽ 2πx എന്ന് കിട്ടും. പ്ലസ് അടുത്ത n-ന് 3 കൊടുക്കുമ്പോൾ -1 പവർ 3 + 1 4/n-ന് 3 കൊടുത്തു സൈൻ 3πx എന്ന് കിട്ടും. പ്ലസ് എക്സെട്ര. ഇതാണ് സീരീസ് ആയിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ കിട്ടുന്നത്. അതിനെ നമുക്കൊന്നും കൂടി വൃത്തിയാക്കി 2/π ഇൻറ്റു ഇത് 1 ആണ്, -1² 1/1, അപ്പോൾ സൈൻ πx എന്ന് ഫസ്റ്റ് ടേം വരും. ഇവിടെ -1³ എന്ന് പറയുന്നത് -1 ആണ്, സോ -1/2 ഇൻറ്റു സൈൻ 2πx. -1 പവർ 4 1 ആണ്, സോ +1/3 ഇൻറ്റു സൈൻ 3πx പ്ലസ് എക്സെട്ര. ലാസ്റ്റിൽ നിങ്ങൾ പ്ലസ് എക്സെട്ര എന്ന് എഴുതിയാൽ മതി. അടുത്ത ടേം നമുക്ക് നെഗറ്റീവ് ആണെന്നറിയാം, പക്ഷേ നമ്മൾ പ്ലസ് എക്സെട്ര എന്ന് എഴുതുകയുള്ളൂ. അത് അങ്ങോട്ട് കുറേ ടേംസ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ മീനിങ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ദിസ് ഈസ് ദി Fourier series for fx = x in the interval -1 to 1.